എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. കിരൺ വേണ്ട, എന്തിനാ വെറുതെ? വേണം. എപ്പോഴും ഇങ്ങനെ കാണാത്ത പോലെ ഇരുന്ന് രക്ഷപ്പെടാന്ന് ആരും വിചാരിക്കണ്ട. ഇതെല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കാൻ തന്നെയാ എന്റെ തീരുമാനം. എന്തോ നീ എന്നോടാണ് സംസാരിക്കുന്നത്? ഇവിടെ ഇപ്പൊ സംസാരിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണോ? ഞാൻ എന്തിനാ ഭീഷണിപ്പെടുത്തുന്നേ? എന്നെ അംഗീകരിക്കാൻ അച്ഛന് മടിയാണ്. തെളിവുകളുമായി മറ്റാരെങ്കിലും മുന്നിൽ വന്നു ചോദിച്ചാ എന്നെ അച്ഛൻ അംഗീകരിക്കാമല്ലോ. കിരൺ, നീ അറിയാതെ പോലെ എന്നെ അച്ഛൻ വിളിക്കരുത് പറഞ്ഞിട്ടില്ലേ ഞാൻ? അച്ഛനെ അച്ഛനല്ലാതെ പിന്നെ അപ്പൂപ്പാന്ന് വിളിക്കാൻ പറ്റുമോ? എടാ ദുർഗ, അച്ഛനെ അപ്പൂപ്പാന്നാണോ വിളിക്കുന്നേ? വേണ്ട, നിന്നോട് ഞാൻ നിർത്താനാ പറഞ്ഞേ. കിരൺ വാ, നമുക്ക് പോവാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ലേ, വെറുതെ സമയം കളയാതെ വാ. ഒന്ന് നിന്നേ. ഇതിനൊരു തീരുമാനം ഉണ്ടായാലേ പറ്റൂ. തെളിവുകളുമായി നമ്മളൊന്ന് നിൽക്കുമ്പോ പറഞ്ഞതൊന്നും എന്റെ അച്ഛൻ മാറ്റി പറയാൻ പാടില്ലല്ലോ. എടാ, നിന്നോട് നിർത്താൻ ഞാൻ പറഞ്ഞു. നീ പോയി തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവാ. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. എന്താ ഇത്? എന്തിനാ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നേ? പൊന്നുമേ, ഇതൊന്നും ഇവിടെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവരെ ഇവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ പ്രശ്നമാവുമെന്ന്. അപ്പൊ ഇവരൊരു കുഴപ്പം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞത് നീയാണ്. അതിനിപ്പോ എന്താ ചെറിയ ഉണ്ടായത്? നീ വന്നേ. ഇവൻ വെറുതെ ഇവിടെ ഒന്ന് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുക. എന്നെ അച്ഛാന്ന് വിളിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ഇവ കേൾക്കുന്നില്ല. എന്താ കിരൺ ഇത്? ചേച്ചി, ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസങ്ങളായില്ലേ? എന്റെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായോ? അതൊക്കെ നമ്മൾ സംസാരിച്ചതല്ലേ. തെളിവുകൾ കൊണ്ടുവരാൻ നിങ്ങൾ സമയം ചോദിച്ചതുകൊണ്ടല്ലേ ഞാൻ അതിൽ ഇടപെടാതെ നിൽക്കുന്നത്. അതെ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഞങ്ങൾ തെളിവുകൾ കൊണ്ടുവരാൻ തന്നെയാ പോകുന്നത്. പക്ഷേ അത് കൊണ്ടുവരുമ്പോ പറഞ്ഞതൊന്നും അച്ഛൻ മാറ്റി പറയരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇവൻ എന്തിനാ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും പിന്നെ അച്ഛന്ന് വിളിക്കുന്നേ? എടാ, നീ പോയി തെളിവ് കൊണ്ടുവന്നാ അപ്പൊ നമുക്ക് നോക്കാം. ആ, കൊണ്ടുവരും. കൊണ്ടുവന്നാ ഞാൻ നിങ്ങളുടെ മകനാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ എല്ലാവരുടെ മുന്നിൽ അംഗീകരിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവും.